നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ 39 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വീറും വാശിയോടും കൂടി യുദ്ധം മുഖത്ത് വന്ന അർജുനൻ തൻ്റെ സാരഥിയായ ഭഗവാൻ കൃഷ്ണനോട് ഇരു സേനകളുടെയും നടുക്ക് രഥം കൊണ്ടു നിർത്താൻ ആവശ്യപ്പെട്ടു. ഇരുപക്ഷത്തുമുള്ള ബന്ധുജനങ്ങളെ കണ്ട് അർജുനൻ മനസ്താപത്തിലായി. വിവിധ ചിന്തകൾ അർജുനനെ പിടികൂടി. സ്വന്തം ജനങ്ങളെ കൊന്നു കിട്ടുന്ന ജയത്തിലൂടെ നേടുന്ന രാജ്യം തനിക്ക് വേണ്ടെന്ന് അർജുനൻ പറഞ്ഞു. ദുഷ്ടന്മാരാണെങ്കിലും മിത്രങ്ങളായ ദുര്യോധനാദികളെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമേൽക്കുമെന്നും ഭഗവാനോട് അർജുനൻ പറഞ്ഞു. തുടർന്നും അർജുനൻ്റെ ചിന്തകൾ കാടുകയറുകയാണ്. അർജുന വിഷാദയോഗം ശ്ലോകം 40. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ ധർമ്മേ നഷ്ടം കുലം കൃത്സ്ന അധർമ്മോ അഭിഭവദ്യുത. കുലക്ഷയേ കുലനാശം വന്നാൽ കുലനാശത്തിങ്കൽ സനാതനാഃ പരമ്പരയാ പ്രാപ്തങ്ങളായ കുലധർമ്മങ്ങൾ പ്രണശ്യന്തി മുഴുവൻ നശിച്ചു പോകുന്നു. ധർമ്മനഷ്ടേ ധർമ്മം നശിച്ചാൽ കൃത്സ്നേ കുലം കുലത്തെ മുഴുവനും അധർമ്മഃ ദുരാചാരം അഭിഭവതി ബാധിക്കുന്നു. അല്ലയോ കൃഷ്ണ, കുലക്ഷയത്താൽ സനാതനങ്ങളായ കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നു. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ മുഴുവൻ അധർമ്മം ആക്രമിക്കുന്നു. യുദ്ധത്തിൻ്റെ അന്ത്യഫലമാണ് അർജുനൻ ഇവിടെ കാണുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞാൽ ശ്രേയസ്കരമല്ലാത്ത പലതും സംഭവിക്കാൻ ഇടയാകുന്നു. പല അനർത്ഥങ്ങളും ഉണ്ടാകുന്നു. കുലത്തിൽ പരമ്പരയായി നിലനിന്നു വരുന്ന ശാശ്വത ധർമ്മങ്ങളെ നിലനിർത്തുവാനുള്ള പുരുഷന്മാർ യുദ്ധം നിമിത്തം നശിക്കുമ്പോൾ കുലധർമ്മങ്ങളും നശിക്കും. സനാതനധർമ്മങ്ങൾ താറുമാറാകും. എന്താണ് സനാതനധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത്? സനാതനമെന്നാൽ സംസ്കൃതത്തിൽ ശാശ്വത എന്നർത്ഥം വരുന്നതിനാൽ സനാതനധർമ്മമെന്നത് പ്രപഞ്ചത്തിൻ്റെ മാറ്റമില്ലാത്ത ക്രമമായ എന്നും നിലനിൽക്കുന്ന ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. ധർമ്മം എന്നാൽ നിയമം എന്നാണ്. നമുക്ക് ഭൗതിക ജീവിതത്തിൽ, ഈ കാണുന്ന ജീവിതത്തിൽ ഇടപാടുകൾ നടത്താൻ ചില നിയമങ്ങൾ ഉണ്ട്. ഈ നിയമങ്ങൾ വ്യവസ്ഥാപിതമോ അല്ലാത്തതോ ആകട്ടെ, ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലെ ഇടപാടുകൾ അധികകാലം നിലനിൽക്കില്ല. ആരെ വേണമെങ്കിലും വഞ്ചിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അത് അധികകാലം നിലനിൽക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങൾക്കും ചില നിയമങ്ങളോടെ നാം പാലിച്ചില്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും വിനാശകരമായി തീരും. നമ്മുടെ ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ അതിനും ചില നിയമങ്ങൾ ബാധകമാണ്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നമുക്ക് തന്നെ പലതരത്തിൽ വിനാശകരമാകും. ഭൗതിക ലോകത്തിലുള്ള നിയമങ്ങളെന്ന പോലെ അനശ്വരങ്ങളായ നശിക്കാത്ത നിയമങ്ങളുമുണ്ട്. ഭൗതിക ലോകത്തിലെ നിയമങ്ങൾക്ക് നാം
ജീവിക്കുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. എന്നാൽ അനശ്വരമായ നിയമങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ളതാണ്. സനാതനധർമ്മമെന്നാൽ അനശ്വരങ്ങളായ നിയമങ്ങൾ എന്നാണ്. കാര്യവ്യവഹാരങ്ങളുടെ നിയമങ്ങൾ അനശ്വരമല്ല. ഏതാണോ ഭൗതികമല്ലാത്തത് അതിനു മാത്രമേ അനശ്വരങ്ങളായ നിയമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഭൗതിക ലോകത്തെ നിയമങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ആളുകൾ മോശമായ കാര്യങ്ങൾ ചെയ്യും. അവർ നിയമങ്ങൾ പാലിക്കുമെന്ന് സ്വയം വിചാരിക്കുകയും ചെയ്യും. ചിലർ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള നിയമങ്ങളെ അനുസരിച്ച് ഭയാനകരമായ കൃത്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചയാണ്. അവർ പറയുന്നത്, ഇതാണ് ഞങ്ങളുടെ നിയമം, ഞങ്ങളുടെ വിശ്വാസ ഗ്രന്ഥത്തിൽ, ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ മറ്റൊരു കാലത്തേതാണ്. നിലവിലുള്ള കാലത്തിൽ നമുക്ക് കാര്യവ്യവഹാരങ്ങൾക്കായി പുതിയ നിയമങ്ങൾ വേണം. സനാതനധർമ്മം ഒരു മതമല്ല, മറിച്ച് അത് നമ്മുടെ ആന്തരികതയെ നിയന്ത്രിക്കുന്ന നിയമമാണ്. നിങ്ങൾ അതിനോട് ഐക്യപ്പെട്ടാൽ നിങ്ങൾ ഒരു വഴി കണ്ടെത്തും. നിങ്ങൾ അതിനോട് ഐക്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനോടെങ്കിലും കൂട്ടിമുട്ടും. ഒരു വ്യക്തിയുടെ ധർമ്മം ആത്മീയവും ഭൗതികവുമായ സ്വഭാവവിശേഷങ്ങൾക്കനുസരിച്ച് അവരെ നിലനിർത്തുന്ന കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ കർത്തവ്യങ്ങൾ രണ്ടു തരത്തിലാണ്. ഒന്ന്, സനാതനധർമ്മം. ഒരാളുടെ ആത്മീയ ഐഡൻറ്റിറ്റി അനുസരിച്ച് ആത്മാൻ അല്ലെങ്കിൽ സ്വയം എന്ന നിലയിൽ നിർവഹിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെയാണ്. സത്യസന്ധത, ജീവജാലങ്ങളെ ദ്രോഹിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക, പരിശുദ്ധി, സുമനസ്സുകൾ, കരുണ, ക്ഷമ, സഹിഷ്ണുത, ആത്മസംയമനം, ഔദാര്യം, സന്യാസം അടങ്ങിയ സദ്ഗുണങ്ങൾ പൊതുവായ കടമകളിൽ ഉൾപ്പെടുന്നു. ഇനി രണ്ടാമത്തേത് വർണ്ണാശ്രമധർമ്മമാണ്. ഒരാളുടെ ഭൗതിക സ്വഭാവമനുസരിച്ച് നിർവഹിക്കുന്ന കർത്തവ്യങ്ങൾ പ്രത്യേക സമയത്ത് ആ വ്യക്തിക്ക് പ്രത്യേകമാണ്. സനാതന ധർമ്മവുമായി ഭഗവത്ഗീതയിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരുവളുടെ വർണ്ണമോ വർഗമോ ജീവിതത്തിൻ്റെ ഘട്ടമോ അനുസരിച്ചുള്ള സ്വന്തം കടമ നിർവഹിക്കണം. ജന്മം കൊണ്ട് സനാതനധർമ്മം കിട്ടുന്നെങ്കിൽ കർമ്മം കൊണ്ടാണ് വർണ്ണാശ്രമധർമ്മം ഉണ്ടാകുന്നത്. അതായത് ഒരുവൻ്റെ പ്രവൃത്തിയാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. യുദ്ധാന്ത്യത്തിൽ ധർമ്മം, കുലം എന്നിവയുടെ കർത്തവ്യങ്ങൾ നശിക്കുമെന്നാണ് അർജുനൻ്റെ ആശങ്ക. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മീ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോ അഭിവദ്യുത. അർജുന വിഷാദയോഗം, ശ്ലോകം 41. കൃഷ്ണ അധർമാഭിഭവാത് കൃഷ്ണ അധർമ്മ അഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീ ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. ഇനി നമുക്കിതിൻ്റെ വാക്യാർത്ഥവും സന്ദർഭവും നോക്കാം. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, അധർമ്മം ബാധിച്ചാൽ കുലസ്ത്രീകൾ പ്രദുഷ്യന്തി ദോഷപ്പെടുന്നു.
സ്ത്രീഷു ദുഷ്ടാസു സ്ത്രീകൾ ദോഷപ്പെട്ടാൽ ഹേ വാർഷ്ണേയ അല്ലയോ വൃഷ്ണിവംശജ വർണ്ണസങ്കരഹ ജാതി മിശ്രം ജാതി കൂടിക്കലർന്ന സന്തതികൾ ജായതേ ഉണ്ടാകുന്നു. അല്ലയോ കൃഷ്ണ, അധർമ്മം ബാധിച്ചാൽ കുലസ്ത്രീ ദുഷിക്കപ്പെടുന്നു. അധർമ്മം ബാധിച്ചാൽ കുലസ്ത്രീകൾ നശിക്കുന്നു. അല്ലയോ വൃഷ്ണിവംശജ, സ്ത്രീകൾ ദോഷപ്പെട്ടാൽ ജാതി സങ്കരമുണ്ടാകുന്നു. കുലസ്ത്രീകൾ നശിക്കുന്നു. ആരാണ് കുലസ്ത്രീകൾ? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരമര്യാദകൾ പാലിച്ച് അനുസരണയോടെ കഴിയുന്ന സ്ത്രീകളാണ് കുലസ്ത്രീകൾ. മധ്യകാലഘട്ടത്തിലെ മധ്യവർത്തി കുടുംബങ്ങളിലാണ് ഇത്തരം സ്ത്രീകൾ ഉണ്ടായിരുന്നത്. ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിയില്ല. ഭൗതിക ജീവിതത്തിൽ എല്ലാം മാറ്റങ്ങൾക്കതീതമാണല്ലോ. എന്തായാലും കുലസ്ത്രീ എന്ന പദത്തിന് സമൂഹത്തിൽ മാന്യ സ്ഥാനമുണ്ടെന്ന് എന്നാണ് അർത്ഥമാക്കേണ്ടത്. കുലസ്ത്രീ എന്ന പദത്തിന് സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനമുണ്ട് എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്. കുടുംബിനിയാണ് സ്ത്രീകൾ. ഇങ്ങനെയുള്ള സ്ത്രീകൾ നശിക്കുമെന്നാണ് അർജുനൻ്റെ ആശങ്ക. അങ്ങനെ സംഭവിച്ചാലോ, സ്ത്രീ ദുഷിച്ചാലോ, വർണ്ണസങ്കരഹ ജായതേ, പല ജാതി ഇടകലർന്നുള്ള സന്തതികൾ പിറക്കാൻ ഇടയാകും. യുദ്ധാവസാനം ക്ഷത്രിയർ നശിച്ചാൽ ക്ഷത്രിയ സ്ത്രീകൾ സന്തതി പരമ്പരകൾ സൃഷ്ടിക്കാൻ, സന്തതി പരമ്പര ഉണ്ടാക്കാൻ മറ്റു ജാതിയിലുള്ള പുരുഷന്മാരെ സ്വീകരിക്കേണ്ടി വരും. ഹേ വൃഷ്ണിവംശജനായ ഭഗവാനെ, അങ്ങനെ സംഭവിച്ചുകൂടാ. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീദുഷ്ടാ വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അർജുന വിഷാദയോഗം, ശ്ലോകം 42. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോഹ്യേഷാം ലുബ്ധപിണ്ഡോദകക്രിയാഃ. സങ്കരഃ ജാതിമിശ്രം ജാതി കൂടിക്കലരുക. കുലഘ്നാനാം കുലനാശം വരുത്തുന്നവർക്കും, കുലസ്യ ച കുലത്തിന് തന്നെയും, നരകായ ഏവ നരകഹേതുവായെത്തുന്ന അല്ലെങ്കിൽ നരകഹേതുവായി ഭവിക്കുന്നു. ഹി എന്തെന്നാൽ യേഷാം പിതരഃ ഈ കുലഘ്നന്മാരുടെ പിതൃക്കൾ, കുലനാശം വരുത്തുന്നവരുടെ പിതൃക്കൾ, ലുബ്ധപിണ്ഡോദകക്രിയാഃ പിണ്ഡോദകക്രിയകളില്ലാത്തവരായിട്ട്, പിണ്ഡം വയ്ക്കുക, മരിച്ചവർക്ക് ശ്രാദ്ധം മൂട്ടുക, ബലിയിടുക എന്നൊക്കെ അർത്ഥം. മരിച്ചവർക്ക് ബലിയിടാൻ ആളില്ലാതെ വരും എന്നർത്ഥം. മരിച്ചവർക്ക് മോക്ഷം കിട്ടാതെ വരും. പതന്തി വീഴുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ നരകത്തിൽ വീഴുന്നു, മോക്ഷം കിട്ടാതെ നരകത്തിൽ വീഴുന്നു. ജാതിമിശ്രം കുലനാശം വരുത്തുന്നവർക്കും കുലത്തിനും നരകഹേതുവായി ഭവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കുലഘ്നന്മാരുടെ പിതൃക്കൾ പിണ്ഡോദകക്രിയകൾ ഇല്ലാത്തവരായി നരകത്തിൽ വീഴുന്നു. അതുകൊണ്ട് വിജാതീയ സ്ത്രീ പുരുഷ സംയോഗം നിമിത്തം ഉണ്ടാകുന്ന സങ്കര സന്താനങ്ങൾ മാതാപിതാക്കന്മാർക്ക് പിണ്ഡോദകം സമർപ്പിക്കാൻ
അർഹന്മാരല്ലാത്തതിനാൽ കുലഹാനി വരുത്തിയവർക്കും കുലത്തിനും നരകപാപം തന്നെ ഫലം. അതുമാത്രമല്ല, അവരുടെ സ്വർഗസ്ഥന്മാരായ പൂർവപിതാക്കൾക്കും പൗത്ര പരമ്പരാർത്ഥക്രമത്തിൽ പിണ്ടോദകങ്ങൾ ലഭിക്കായിക നിമിത്തം നരകത്തിൽ വീഴുന്നു. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹേഷ്യാം ലുബ്ധപിണ്ഡോദകക്രിയാഃ. അർജുന വിഷാദയോഗം ശ്ലോകം 43. ദോഷൈ രേതൈ കുലഘ്നാനാം ദോഷൈ രേതൈ കുലഘ്നാനാം വർണ്ണസങ്കര കാരകൈഃ വർണ്ണസങ്കര കാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ കുലധർമാശ്ച ശാശ്വതാഃ. വർണ്ണസങ്കരകാരകൈഃ വർണ്ണസങ്കരകാരകൈഃ ജാതിമിശ്രത്തെ ഉണ്ടാക്കുന്ന കുലഘ്നാനാം കുലനാശം വരുത്തുന്നവരുടെ ഏതൈഹി ദോഷൈഹി ഈ പാപങ്ങളാൽ ഏതൈഹി ദോഷൈഹി ഈ പാപങ്ങളാൽ ശാശ്വതാഹ അനാദിയായിരിക്കുന്ന ശാശ്വതമായിരിക്കുന്ന ജാതിധർമാഹ ജാത്യാചാരങ്ങളും കുലധർമാഹ ച കുലാചാരങ്ങളും ഉത്സാദ്യന്തേ നശിപ്പിക്കപ്പെടുന്നു. ജാതിമിശ്രത്തെ ഉണ്ടാക്കുന്നവയായ കുലനാശം വരുത്തുന്നവരുടെ ഈ പാപങ്ങൾ നിമിത്തം അനാദിയായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിച്ചു പോകുന്നു. ധർമ്മമെന്നോ അധർമ്മമെന്നോ വിചാരങ്ങളില്ലാതെ ചിന്തയില്ലാതെ തോന്നിയ പോലുള്ള കാമപ്രവൃത്തികൾ കാരണം കുലത്തിനു നാശം വരുത്തുന്ന വിവേകമില്ലാത്തവരുടെ ക്രമരഹിതമായ ഇത്തരം ദോഷപ്രവൃത്തികൾ അനാദികാലമായി നിലനിന്നു വരുന്ന സനാതനധർമ്മങ്ങളെയും കുലധർമ്മങ്ങളെയും വേരോടുകൂടി നശിപ്പിക്കുന്നു. ദോഷൈരേതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സ്യാദ്യന്തേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാഃ.